കഴിഞ്ഞ എപ്പിസോഡിൽ 9ാമത്തെ മാർപ്പാപ്പയായ ഹൈജീനിയസ് എന്ന വിശുദ്ധനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലെ 10ാമത്തെ മാർപ്പാപ്പ പിയൂസ് ഒന്നാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പയാണ്. പിയൂസ് നാമധാരികളായ 12 മാർപ്പാപ്പമാരുണ്ട്. അതിലെ 11ഉം 12ഉം പിയൂസ് മാർപ്പാപ്പമാർ 1ാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധ കാലത്ത് മാർപ്പാപ്പമാരായിരുന്നവരാണ്. അതിൽ 12ാം പിയൂസ് മാർപ്പാപ്പയാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മാർപ്പാപ്പ. ഈ 12 പിയൂസ് മാർപ്പാപ്പമാരിൽ വിശുദ്ധന്മാരും എന്നാൽ ഏറ്റവും സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും പിയൂസ് 5ാമനും പിയൂസ് 10ാമനുമാണ്. എന്നാൽ പിയൂസ് 1ാമൻ മാർപ്പാപ്പ പല രീതിയിലും 1ാമനായി സഭയിൽ സ്ഥാനം പിടിച്ച മാർപ്പാപ്പയാണ്. AD 142 പെട്ടെന്ന് ഹൈജീനിയസ് മാർപ്പാപ്പ അറസ്റ്റ് ചെയ്യപ്പെടുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തപ്പോൾ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യമുണ്ടായി. സഭാപിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് തിരഞ്ഞെടുത്തത് പിയൂസ് 1ാമൻ മാർപ്പാപ്പയാണ്. പിയൂസ് 1ാമൻ മാർപ്പാപ്പ അക്യൂലിയ എന്ന് പറയുന്ന ഇറ്റലിയിലെ പട്ടണത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ അക്യൂലിയ പട്ടണം ഇപ്പോൾ കാണാൻ പറ്റില്ല. കാരണം അന്നത്തെ പ്രസിദ്ധമായ അക്യൂലിയ പട്ടണം ആറ്റില എന്ന് പറയുന്ന ഹൂണ് നേതാവിൻ്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. ഹൂണ് നേതാവായ ആറ്റില 2.5 ലക്ഷം സൈന്യങ്ങളുമായി മാർച്ച് ചെയ്ത് ഇറ്റലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം റോം നശിപ്പിക്കാനായി വരികയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അക്യൂലിയ പട്ടണത്തിന് ചുറ്റും താവളമടിച്ചു. താവളമടിച്ച് അദ്ദേഹം ഇങ്ങനെ കോട്ടയെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഒരു പ്രാവ് ഇണകൾ കൂടുവിട്ട് പറന്ന് ദൂരേക്ക് പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആറ്റിലയുടെ കൂടുണ്ടായിരുന്ന സൂസയർ പറഞ്ഞു, ഇത് പട്ടണം നശിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. നശിക്കാൻ പോകുന്ന പട്ടണത്തിൽ നിന്ന് പ്രാവുകൾ ജീവനോടെ രക്ഷപ്പെടുകയാണ്. ഇത് കേട്ട ആറ്റില അക്യൂലിയ ആക്രമിക്കാൻ പറഞ്ഞു. അക്യൂലിയ ആക്രമിക്കുകയും തകർത്ത് തരിപ്പണമാക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അക്യൂലിയ പട്ടണം ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ട ഒരു പട്ടണമാണ്. പക്ഷേ റോം ആക്രമിക്കാൻ വന്ന ആ ആറ്റിലയെ തിരിച്ചയച്ചത് മഹാനായ മറ്റൊരു മാർപ്പാപ്പയാണ്. ചരിത്രത്തിലെ ഗ്രേറ്റ് എന്ന് വിളിക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പ ലിയോ ദ ഗ്രേറ്റ്. ഈ അക്യൂലിയ എന്ന് പറയുന്ന അന്നത്തെ പ്രശസ്തമായ പട്ടണത്തിലാണ് പിയൂസ് 1ാമൻ ജനിച്ചത്. പിയൂസ് 1ാമൻ സഭയുടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സഭ നേരിട്ടുകൊണ്ടിരുന്ന വളരെ വലിയ 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് വാലന്റൈനിസം എന്ന് പറയപ്പെടുന്ന ഒരു ഫിലോസഫിയാണ്. രണ്ടാമത്തത് നോസ്റ്റിസിസം, GNO നോസ്റ്റിസിസം, STICISM എന്ന് പറയുന്ന സിസ്റ്റം. ഇത് രണ്ടും റോമൻ മതവുമായിട്ടും അതുപോലെ തന്നെ പേർഷ്യയിലെ സൊറാസ്ട്രിയൻ മതവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസമാണ്. ലോകം നന്മയുടെയും തിന്മയുടെയും 2 ഭാവങ്ങൾ. അതിൽ ദൈവത്തിൻ്റെ ഭാവമാണ് അഹൂര മസ്ദ എന്ന് പറയുന്ന ഭാവം. എന്നാൽ പിശാജ് അഹ്റിമാൻ എന്ന് പറയപ്പെടുന്ന ഒരു എതിർശക്തിയാണ്. ഈ 2 ശക്തികൾ നമ്മൾ എപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കും. അതിൽ അഹൂര മസ്ദയുടെ സൈഡ് നമ്മൾ ചേരുമ്പോഴാണ് നമുക്ക് മോക്ഷം കിട്ടുക. ഈ സൊറാസ്ട്രിയനിസം അലക്സാണ്ടർ ചക്രവർത്തി ആക്രമണത്തിന് ശേഷം ഏതാണ്ട് നശിപ്പിക്കപ്പെട്ടുവെങ്കിലും പിന്നെയും അത് തുടരുകയും അവസാനം അതിൻ്റെ അവസാനത്തെ കണ്ണികൾ പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു. അതാണ് പാഴ്സികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ടാറ്റായുടെയൊക്കെ കുടുംബം. ഈ വിശ്വാസസംഹിത റോമിലേക്ക് സ്പ്രെഡ് ചെയ്തപ്പോൾ ആ റോമിലെ വിശ്വാസസംഹിതയുടെ ഭാഗമായി ഡെവലപ്പ് ചെയ്ത ഒന്നാണ് ഈ വാലന്റൈനിസം എന്ന് പറയുന്നത്. വാലന്റൈനിസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ ആകാശത്തും ഭൂമിയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതൊരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ കയറി എന്നിട്ട് ആ ഡിവൈൻ ഫോഴ്സ് ജന്മം എടുത്തതാണ് യേശു ക്രിസ്തു എന്ന് അവർ പറഞ്ഞുണ്ടാക്കി. അതായത് ദൈവത്തിൻ്റെ അംശം ഇടയ്ക്കൊന്നും തടവിലാക്കപ്പെട്ട ഒരു മനുഷ്യ ശരീരത്തിൽ, അതാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് റോമിൽ നിലനിൽക്കുന്ന വിശ്വാസ സംഹിതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മിത്രായിസം. ആ മിത്രായിസത്തിലുമുണ്ട് ഇതുപോലൊരു അംശം, സൊറാസ്ട്രിയൻ മതത്തിലുണ്ട് ഇതുപോലൊരു അംശം.
അപ്പോൾ ഇത് ആര്യൻ പാഷാണ്ഡതക്കാർക്ക് ഏതാണ്ട് ആകർഷകമായ ഒരു വിശ്വാസമിതി ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരുവിധം പ്രചാരം കിട്ടാൻ തുടങ്ങി. ഈ സമയത്ത് ഈ വാലന്റൈനിസത്തിൻ്റെ മറ്റൊരു ഫോമാണ് നോസ്റ്റിസിസം എന്ന് പറയപ്പെടുന്നു. നോസ്റ്റിസിസം എന്ന് പറയുന്നത് ഡിവൈനായ ഫോഴ്സ്, ദൈവത്തിൻ്റെ ഫോഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിൽ വരും. ആ ഭൂമിയിൽ വന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കും. എന്നിട്ട് എന്ത് കാര്യത്തിനാണോ ഭൂമിയിലെത്തിയത് അത് കഴിയുമ്പോൾ ആ ഡിവൈൻ പവർ തിരികെ പോകും. അപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ ഒരു ഡിവൈൻ പവർ ഇടയ്ക്ക് കുടിയേറിയ ഒന്നാണ്. ആ കുടിയേറിയ ഒന്നിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നോളജ് വേണം. ആ നോളജ് ഉള്ളവർക്ക് ഇത് മനസ്സിലാവാൻ പറ്റും, അല്ലാത്തവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇങ്ങനെ സാധാരണ മനുഷ്യർക്ക് സാധാരണ കാര്യങ്ങൾ മാത്രം അറിയാൻ പറ്റുമ്പോൾ ഡിവൈനായ കാര്യങ്ങളെപ്പറ്റി അറിയാൻ നമ്മളെ അനുവദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നോസ്റ്റിസിസം എന്ന് പറയുന്ന നോസിസ്, അല്ലെങ്കിൽ നോളജ് കൊണ്ട് മനസ്സിലാക്കുക. അതിൽ നിന്ന് മിസ്റ്റിസിസം എന്നൊരു സാധനം ഉണ്ടായി. സാധാരണക്കാർക്ക് മനസ്സിലാക്കാനൊക്കാത്ത അതീന്ദ്രിയമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഈ നോസ്റ്റിസിസം വന്നപ്പോൾ ഇന്ത്യയിലെ 2 മതങ്ങളുടെ ഫിലോസഫി നോസ്റ്റിസിസവുമായി ബന്ധപ്പെട്ടു. അതിലൊന്നാണ് ബുദ്ധമതം. ബുദ്ധമതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് ജാതക കഥകൾ എന്ന് പറയപ്പെടുന്നു. ബുദ്ധൻ 24 തവണ ഭൂമിയിൽ ജനിച്ചു. എന്നിട്ട് 24 ഫോംസിലാണ് ജനിക്കുന്നത്. ആ ഫോംസിൽ ജനിച്ച് ഉദ്ദേശ കാര്യം സാധിച്ച ശേഷം മടങ്ങിപ്പോയി. ഹിന്ദുമതത്തിൽ വിഷ്ണു ഭഗവാന്റെ ദശാവതാരമുണ്ട്. വിഷ്ണു ഭഗവാൻ 10 തവണ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ ബുദ്ധമതത്തിൻ്റേതായ ഒരു സ്കൂൾ ജെറുസലേമിലുണ്ടായിരുന്നു. അവർ തെറാപ്യൂട്ടിക്സ് എന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. ആസുതലത് തെറാവാദിൻസ് എന്ന് പറയപ്പെടുന്ന ബുദ്ധമതത്തിൻ്റെ ഒരു ശാഖയായിരുന്നു തെറാവാദിൻസ്. അവരുടെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ബുദ്ധഭഗവാന്റെ അവതാര കഥകളുടെയൊക്കെ കാര്യം വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാർക്കും ജെറുസലേമിലുള്ള ആളുകൾക്കും ബുദ്ധമതം പരിചയമുള്ളതായിരുന്നു. ഇനി അലക്സാണ്ടർ ചക്രവർത്തി അങ്ങ് മാസിഡോണിയ തൊട്ട് സൈന്ധവ ദളിത് സംസ്കാരത്തിൽ വന്ന് പോറസിൻ്റെ അല്ലെങ്കിൽ പുരുഷോത്തമൻ്റെ പുരൂരവസിൻ്റെ സാമ്രാജ്യവും പിടിച്ചടക്കി ഏകീകൃതമായ ഒരു സാമ്രാജ്യം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയിലെ ഹിന്ദുമതവും അഫ്ഗാനിസ്ഥാനിലും മറ്റു സ്ഥലത്തിലും ശക്തമായിരുന്ന ബുദ്ധമതവും അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിലുടനീളം യാത്ര ചെയ്യുകയും അങ്ങ് ഈജിപ്തിലും ജെറുസലേമിലുമൊക്കെ എത്തുകയും ചെയ്തു. അങ്ങനെ ഗ്രീക്ക് മേഖലകളിൽ പരിചയമുണ്ടായിരുന്ന വിശ്വാസ സംഹിത നോസ്റ്റിസിസവുമായി മർജ് ചെയ്തു. ഇത് രണ്ടും ക്രൈസ്തവ സഭയുടെ വിശ്വാസവുമായി ഒട്ടും ചേരാത്ത വിശ്വാസ സംഹിതയായിരുന്നു. അതുകൊണ്ട് അതിനെതിരെ ശക്തമായി പോരാടാൻ പിയൂസ് മാർപ്പാപ്പ തീരുമാനിച്ചു. അങ്ങനെ വാലന്റൈനിസത്തിനെതിരെയും നോസ്റ്റിസിസത്തിനെതിരെയും അതിശക്തമായി പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പ പ്രതിരോധിച്ചു. അദ്ദേഹം തുടങ്ങിവെച്ച പ്രതിരോധം ഏറ്റെടുത്തത് മഹാന്മാരായ 2 സഭാപിതാക്കന്മാരായിരുന്നു. ഒന്ന് ഐറേനിയസ് എന്ന് പറയപ്പെടുന്ന പ്രഗത്ഭനായ ആദിമ സഭാപിതാവായിരുന്നു. ഐറേനിയസ് ഓഫ് ലയോൺസ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. രണ്ടാമതായി വളരെ ഭംഗിയായിട്ട് ഇതിനെ നേരിട്ടത് ഹിപ്പോളിറ്റസ് എന്ന് പറയപ്പെടുന്ന മറ്റൊരു സഭാപിതാവായിരുന്നു. പയസ് ഒന്നാമൻ തുടങ്ങിവെച്ച ആ വലിയ പ്രവർത്തനം ഐറേനിയസ് സഭാപിതാവിൻ്റെ കാലത്തും ഹിപ്പോളിറ്റസിൻ്റെ കാലമായപ്പോഴേക്കും സഭയ്ക്ക് ശക്തമായി നേരിടാൻ പറ്റി. പിയൂസ് മാർപ്പാപ്പ അതിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നോസ്റ്റിസിസം കത്തോലിക്ക സഭയേക്കാൾ വലിയ വിശ്വാസമിതി ആവുകയും പിൽക്കാലത്ത് ജയിച്ചടക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അത് മാറുകയും ചെയ്തതിനായിരുന്നു. അപ്പോൾ നോസ്റ്റിസിസത്തെ വളരെ ഭംഗിയായിട്ട് അടിച്ചമർത്താൻ പറ്റി എന്നുള്ളത് പിയൂസ് മാർപ്പാപ്പ തുടങ്ങി വെച്ച് ഐറേനിയസും ഹിപ്പോളിറ്റസും തുടർന്നു വന്ന ആ സഭാ പഠനത്തിൻ്റെ വളരെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. മാർപ്പാപ്പ ആലോചിച്ച് നോക്കി, എന്താണ് ഈ റോമൻ എംപയറിൽ ഇങ്ങനെയുള്ള പാഷാണ്ഡതകൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിൽ 464 പാഷാണ്ഡതകളുണ്ട്. അതിൽ അന്നത്തെ ഏറ്റവും ആദ്യം ശക്തമായി വന്നതാണ് ആര്യൻ പാഷാണ്ഡത. യേശു ഒരു മനുഷ്യനാണ്, ദൈവമല്ല എന്ന് തുടങ്ങുന്ന ആര്യസിൻ്റെ സിദ്ധാന്തം. ഉത്തര ആഫ്രിക്കയിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. അവസാനം അതിനെ പരാജയപ്പെടുത്താൻ ഉത്തര ആഫ്രിക്കയിൽ നിന്ന് തന്നെ
പ്രഗത്ഭനായ അഗസ്തിനോസ് പുണ്യവാളൻ പിന്നീടെത്തി സെയിൻറ്റ് അത്തനാഷ്യോസ് നിക്കാ സുനൂദോസിൽ വെച്ച് അതിനെ അടിമുടി വേരോടെ പിഴാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശ്വാസ സംഹിതകൾ ഇങ്ങനെ റോമാ സാമ്രാജ്യത്തെ സാധിക്കാനുള്ള കാരണം വേദപുസ്തകം ലത്തീൻ ഭാഷയിൽ കറക്റ്റായി വായിക്കത്തക്ക രീതിയിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. വേദപുസ്തകം 2 ഭാഷയിൽ ലഭ്യമുള്ളൂ. ഒന്ന് സുറിയാനി ഭാഷയിൽ, മറ്റേത് ഗ്രീക്ക് ഭാഷയിൽ. അപ്പോൾ അപ്പോസ്തലന്മാർ ഉപയോഗിച്ച പല വാക്കുകളും പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വാക്കുകൾ പലതും ഗ്രീക്കാണ്. ഇത് റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ ഏരിയയിലുള്ളവർക്ക് മനസ്സിലാവും, പടിഞ്ഞാറൻ ഏരിയയിലുള്ളവർക്ക് മനസ്സിലാവില്ല. കിഴക്കൻ ഏരിയയിൽ ഏതാണ്ട് 20% ജനങ്ങൾ ക്രിസ്തുമതത്തിലായി കഴിഞ്ഞിരുന്നു ഈ പീഡനങ്ങൾക്കിടയിലും. പടിഞ്ഞാറ് ഒരു 10% പേർ മാത്രമേ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എത്തിയിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് പരിഹാരം എന്താണെന്ന് പിയൂസ് മാർപ്പാപ്പ ആലോചിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വളരെ കൃത്യമായി മനസ്സിലായ ഒന്ന്, ഇത് നേരിടണമെങ്കിൽ ലത്തീൻ ഭാഷയിലേക്ക് വേദപുസ്തകത്തിൻ്റെ ഒരു ഒറിജിനൽ കിട്ടണം. അതിന് പയ്യൂസ് മാർപ്പാപ്പ ശ്രമിക്കുകയും ഗ്രീക്ക് വേദപുസ്തകത്തിൻ്റെ കുറേ പ്രധാന ഭാഗങ്ങൾ ഓൾഡ് ലാറ്റിനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. ന്യൂ ലാറ്റിൻ എന്ന് പറയുന്ന ജൂലിയസ് സീസറിന് ശേഷം വന്ന ഒരു ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഓൾഡ് ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്തു. ആ ഓൾഡ് ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ തൻ്റെ മുൻഗാമിയുടെ കാലത്ത് തയ്യാറാക്കി വച്ചിരുന്ന കോഡ്രൈറ്റിസിൻ്റെ ഒരു വേദശാസ്ത്രപരമായ ഒരു സംഗ്രഹവും കൂടി ചേർത്ത് വന്നപ്പോൾ ഭംഗിയായി ഈ പാഷാണ്ഡതകളെ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. ഇത് ഈ ട്രാൻസ്ലേഷൻ പിയൂസ് മാർപ്പാപ്പയുടെ വലിയ അച്ചീവ്മെൻറ്റ്സിലൊന്നാണ്. മൂന്നാമതായി പിയൂസ് മാർപ്പാപ്പയ്ക്ക് നേരിടേണ്ടി വന്നത് ഈസ്റ്ററിൻ്റെ ടൈമിങ്ങാണ്. ഈസ്റ്റർ എന്ന് പറയുന്ന ഒറിജിനൽ ഉത്സവത്തിന് ക്രിസ്തുമതമായി ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. റോമാ സാമ്രാജ്യത്തിലെ ഇയോസ്തർ ദേവതയുടെ പുനർജീവനമാണ് ഈസ്റ്റർ എന്ന ഉത്സവം. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ യൂറോപ്പ് മുഴുവൻ മഞ്ഞിനടിയിലാണ്. ആ മഞ്ഞിനടിയിലായിരുന്ന ഒരു യൂറോപ്പ് മഞ്ഞിനടിയിൽ നിന്ന് തിരിച്ച് മുകുളങ്ങൾ പൊട്ടി പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്നത് പ്രകൃതിയുടെ ഒരു ദേവതയുണ്ട്, പച്ചപ്പിൻ്റെ ദേവത, ഇയോസ്തർ എന്ന് പറയുന്ന ദേവത, EOSTRE. ആ ഇയോസ്തർ ദേവതയുടെ ഉത്സവമായി യൂറോപ്പ് മുഴുവൻ, റോമാ സാമ്രാജ്യം മുഴുവൻ ആഘോഷിച്ചിരുന്നു. ഇതാണ് റോമാ സാമ്രാജ്യത്തിലെ ഒറിജിനൽ ഈസ്റ്റർ. ആ ഈസ്റ്ററിനെ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണവുമായി യോജിപ്പിച്ച് ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ആഘോഷിക്കണം എന്ന സിസ്റ്റം ഉണ്ടായി. എന്നാൽ ഇത് രണ്ടും ഒന്നാണ് എന്ന് ഒരു ധാരണ പരത്തുന്നത് ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. അപ്പോൾ റോമിൻ്റെ മതങ്ങളെ വിഴുങ്ങുകയും വേണം, എന്നാൽ അത് അല്ല എന്ന് കാണിക്കുകയും വേണം. ഇതൊരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിലെ ഈസ്റ്റർ അല്ലെങ്കിൽ ഇയോസ്തർ ദേവയുടെ ഉത്സവം ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഈ ഈസ്റ്റർ, ആ ഈസ്റ്റർ ഏപ്രിൽ ആദ്യം തുടങ്ങുന്നത് കൊണ്ടാണ് ജോഫ്രെ ചോസർ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ കാൻഡർബറി ടെയിൽസിൽ ഏപ്രിൽ ഷൂറെ എന്ന് പ്രയോഗിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ മുകുളങ്ങൾ പൊങ്ങി വരും എന്ന അർത്ഥത്തിൽ ഏപ്രിൽ ഷൂറെ എന്ന് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിനെ മെർജ് ചെയ്ത് റോമാ സാമ്രാജ്യത്തിലെ ഉത്സവത്തെ ഇല്ലാതാക്കുകയും വേണം, എന്നാൽ ഒരു സെപ്പറേഷൻ വേണം. ഇതിന് പിയൂസ് മാർപ്പാപ്പ ചെയ്ത അതിഗംഭീരമായ ഒരു ബുദ്ധിയാണ്. അദ്ദേഹം പറഞ്ഞു, ഏപ്രിൽ മാസത്തിലല്ല ഈസ്റ്റർ ആഘോഷിക്കേണ്ടത്, അത് മാർച്ച് മാസത്തിൽ ആഘോഷിക്കണം. മാർച്ച് മാസത്തിൽ ആഘോഷിക്കുമ്പോൾ മാർച്ച് മാസത്തിലെ പൂർണ്ണചന്ദ്രൻ വരുന്നതിൻ്റെ അന്ന് ആണ് ആഘോഷിക്കേണ്ടത് എന്നായിരുന്നു ഒറിജിനൽ സങ്കല്പം. പക്ഷേ വർക്കിംഗ് ഡേയിൽ ഈ ഉത്സവം വന്നാൽ മനുഷ്യന് ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയായി. തന്നെ ഈസ്റ്റർ ദിവസം രാത്രി ഉറങ്ങാൻ പാടില്ല. രാത്രി മുഴുവൻ ഒരച്ഛൻ തന്നെ 3 കുർബാന ചൊല്ലിക്കൊണ്ട് തന്നെ രാത്രി നേരം വെളുപ്പിക്കണം. ഇത് പരിഹരിക്കാൻ വേണ്ടി പിയൂസ് മാർപ്പാപ്പ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അത് ചരിത്രം വായിക്കുമ്പോൾ വളരെ സുന്ദരമായ ബുദ്ധിയുള്ള ഒരു കൽപ്പനയാണ്. അദ്ദേഹം പറഞ്ഞു, മാർച്ച് മാസത്തിലെ പൂർണ്ണചന്ദ്രൻ കഴിഞ്ഞ് പിന്നെ വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഏതാണോ ആ ഞായറാഴ്ച വേണം ഈസ്റ്റർ ആഘോഷിക്കാൻ. അപ്പോൾ ഏപ്രിൽ മാസത്തെ ഈസ്റ്ററുമായി മാറി, അത് മാർച്ച് മാസത്തിലായി. മാർച്ച് മാസത്തിലെ പൂർണ്ണചന്ദ്രൻ്റെ ദിവസം, ആ പൂർണ്ണചന്ദ്രൻ്റെ ദിവസവുമായി ഈസ്റ്റർ ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം ദുഃഖവെള്ളിയാഴ്ച കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതായി കണ്ടു. അത് അമാവാസിയുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് തിയറി ഉണ്ടായി.
അപ്പോൾ അല്ല എന്ന് തെളിയിക്കുന്നത് എന്തുകൊണ്ടാണ്? പാസ്റ്റർ ഫുൾ മൂണാണ് പെസഹ എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റർ ഫുൾ മൂൺ പെസഹ ആകുമ്പോൾ പിറ്റേ ദിവസം ഒരു സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒന്നും ഉണ്ടാവാൻ. അപ്പോൾ ഈ ഗ്രഹണ തിയറി കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ മാർച്ച് മാസത്തെ പൂർണ്ണചന്ദ്രന് ശേഷം വരുന്ന ഞായറാഴ്ച, അതാണ് ഈസ്റ്റർ. മാർച്ച് മാസത്തെ പൂർണ്ണചന്ദ്രൻ്റെ ദിവസം പെസഹ ആയിരിക്കും. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച അന്നായിരിക്കും ഈസ്റ്റർ എന്ന് കൽപ്പിച്ചു. ഇത് വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി ഫിക്സ് ചെയ്ത ഒരു ഡേറ്റാണ്. പക്ഷേ ജൂലിയൻ കലണ്ടർ കഴിഞ്ഞ് ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോൾ 16 ദിവസത്തിലേറെ വ്യത്യാസം വന്നു. പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈസ്റ്റർ വന്നിട്ട് ഏപ്രിൽ മാസത്തിലായി. പിയൂസ് മാർപ്പാപ്പ അന്ന് ബുദ്ധിപരമായി ചെയ്ത ഒരു സംഭവം ജൂലിയൻ കലണ്ടർ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഈസ്റ്റർ ഇപ്പോൾ ഏപ്രിൽ മാസത്തിലെത്തി എന്നുള്ളതാണ് രസകരമായി ചരിത്രത്തിൽ പിന്നീട് സംഭവിച്ച സംഭവം. പക്ഷേ ആ ഈസ്റ്ററിൻ്റെ ഡേറ്റിംഗ് വളരെ രസകരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡേറ്റിംഗ് ആണ്. അത് കഴിഞ്ഞപ്പോൾ പിയൂസ് മാർപ്പാപ്പയുടെ ശ്രദ്ധ പ്രത്യേകമായി തിരിഞ്ഞത് ജൂയിഷ് കൺവേർട്സിലോട്ടാണ്. ടൈറ്റസ് ഫ്ലേവിയസ് യഹൂദന്മാരുടെ ജെറുസലേം ദേവാലയം തകർത്ത് അവിടെ ഭയങ്കരമായ മാറ്റങ്ങൾ വരുത്തി യഹൂദന്മാരെ ലോകം മുഴുവൻ ഓടിച്ചു. യഹൂദന്മാർ വെറുക്കപ്പെട്ട ഒരു ജനതയായി മാറി റോമാക്കാർക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ കുറച്ചുകൂടി അംഗസംഖ്യയുള്ളൊരു മതമാണ്. യഹൂദന്മാർക്ക് മറ്റു മതത്തിൽ നിന്ന് ആളിനെ എടുക്കാൻ പറ്റിയില്ല. അവരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും വേറൊരു മതത്തിൽ കല്യാണം കഴിച്ച് അവരെ പുറത്താക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ അംഗസംഖ്യ ചുരുങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ ക്രിസ്തുമതം ഇങ്ങനെ ക്രിസ്ത്യാനിയുടെ ഭാഷ പറഞ്ഞാൽ പുറജാതിക്കാരുടെ ഇടയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരുപാട് കൺവേർട്ട്സായി. അങ്ങനെ ഈസ്റ്റേൺ റോമൻ എംപയറിൽ ഒരു 20%, വെസ്റ്റേൺ റോമൻ എംപയറിൽ ഒരു 10%, ഏതാണ്ട് AD 160 ആയപ്പോഴത്തേന് ക്രിസ്തുമതത്തിൽ എത്തിക്കഴിഞ്ഞു. ആ വിശ്വാസികളുമായി ഒത്തുചേർന്നാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് യഹൂദന്മാർ ക്രിസ്തു മതത്തിലേക്ക് വിശ്വാസം മാറ്റാൻ തുടങ്ങി. യേശു ക്രിസ്തു അവതരിച്ചില്ല എന്നാണ് ഇപ്പോഴും യഹൂദന്മാർ വിശ്വസിക്കുന്നത്. സാക്ഷാൽ യേശു ക്രിസ്തു ജനിക്കാൻ വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ ആദാമിന് വാഗ്ദാനം ചെയ്ത മിശിഹ ആണ് എന്ന് വിശ്വാസം വരുന്ന യഹൂദന്മാർ ക്രിസ്തുമതത്തിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ക്രിസ്തുമതത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ചില നിബന്ധനകൾ ക്രിസ്തുമതം വെച്ചിരുന്നു. കാര്യം യഹൂദന്മാർക്ക് ചേലാകർമ്മമുണ്ട്, യഹൂദന്മാരുടെ ഡ്രസ് ഓർഡർ വ്യത്യാസമാണ്, യഹൂദന്മാരുടെ വിധവ സ്ത്രീകൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇങ്ങനെ കുറേയേറെ സംഗതികളുണ്ട്. അപ്പോൾ യഹൂദന്മാർ ക്രിസ്തുമതത്തിൽ ചേർന്നാലും ഇതെല്ലാം അതുപോലെ തുടരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു തർക്കമുണ്ടായി. ഇത് പൗലോസ് അപ്പോസ്തലൻ നേരിട്ട തർക്കത്തിന് നേരെ എതിർ തർക്കമാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ കാലത്ത് ആരെങ്കിലും ക്രിസ്തുമതം സ്വീകരിച്ചാൽ അവർ ചേലാകർമ്മം ചെയ്യണം, അവർ യഹൂദന്മാരുടെ നിയമം അനുസരിക്കണം എന്നൊരു നിയമമുണ്ടായിരുന്നു. അത് പൗലോസ് അപ്പോസ്തലൻ വളരെ ഭംഗിയായിട്ട് എതിർക്കുകയും യഹൂദന്മാർ ചേലാകർമ്മം അനുഭവിച്ചോട്ടെ, പക്ഷേ ക്രിസ്ത്യാനികളായ ആളുകൾ മറ്റൊരു പ്രജാതിയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചാൽ അവർ യഹൂദന്മാരുടെ ചേലാകർമ്മമോ സുന്നത്ത് സംഗതികളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ആചാരക്രമങ്ങളോ പാലിക്കേണ്ട എന്ന് ഉണ്ടായി. അതാണ് പ്രജാതിക്കാർ ക്രിസ്തുമതത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നേരിട്ട പ്രശ്നത്തിന് നേരെ എതിർ പക്ഷമാണ് പിയൂസ് മാർപ്പാപ്പയ്ക്ക് നേരിടേണ്ടി വന്നത്. പിയൂസ് മാർപ്പാപ്പ അതിന് യഹൂദന്മാരുടെ മുകളിലുള്ള റെസ്ട്രിക്ഷൻസ് മുഴുവൻ എടുത്തു കളഞ്ഞു. ക്രിസ്ത്യാനികളായി കഴിയുമ്പോൾ യഹൂദന്മാർ അവരുടേതായ ജാതിപരമായ അല്ലെങ്കിൽ മതപരമായ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഫോളോ ചെയ്യേണ്ടതില്ല എന്ന് പിയൂസ് മാർപ്പാപ്പ ഉത്തരവിട്ടു. ഇത് യഹൂദന്മാരുടെ വലിയൊരു സംഖ്യ ക്രിസ്തുമതത്തിലേക്ക് വരാൻ സഹായകരമായി അല്ലെങ്കിൽ കാരണഭൂതമായി എന്നുള്ളത് പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പയുടെ ദീർഘവീക്ഷണത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. പിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് വളരെ അപൂർവമായ ഒരു കോയിൻസിഡൻസ് ഉണ്ടായി. കാരണം അന്നത്തെ ചക്രവർത്തിയുടെ പേര് പിയൂസ് എന്നായിരുന്നു. ആ പിയൂസ് ചക്രവർത്തിക്ക് പ്രഗത്ഭനായ ഒരു മുൻഗാമി ഉണ്ടായിരുന്നു, പ്രഗത്ഭനായ പിൻഗാമി ഉണ്ടായിരുന്നു. ഹാഡ്രിൻ എന്ന് പറയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയുടെ നായകത്വം വഹിച്ച ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻഗാമി. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയോ അതിപ്രഗത്ഭനും ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളുള്ള ഒരാളുമായിരുന്ന മാർക്കസ് ഒറീലിയസ് ആയിരുന്നു. അപ്പോൾ രണ്ട് പ്രഗത്ഭന്മാരുടെ ഇടയിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ എന്നാണ് പിയൂസ് ചക്രവർത്തിയെ പറ്റി സാധാരണ പറയുന്നത്. അപ്പോൾ പിയൂസ് മാർപ്പാപ്പ വന്ന സമയത്ത് ചക്രവർത്തിയുടെ പേരും പിയൂസ്, മാർപ്പാപ്പയുടെ പേരും പിയൂസ്.
ഒരേ നാമധാരിയായ മാർപ്പാപ്പയും ഒരേ നാമധാരിയായ ഒരു ചക്രവർത്തിയും വന്നു എന്നുള്ളത് കത്തോലിക്ക സഭയുടെയും റോമാ സാമ്രാജ്യത്തിനെയും ചരിത്രം വായിക്കുമ്പോൾ അസാധാരണമായ ഒരു കോയിൻസിഡൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. വളരെ ശ്രദ്ധേയമായ ഒരു കോയിൻസിഡൻസ് അവിടെ സംജാതമാവുകയാണ്. പിയൂസ് ചക്രവർത്തി AD 161 വരെ ഭരിച്ചിരുന്നു. എന്നാൽ AD 187 15 കൊല്ലത്തെ ഭരണം കഴിഞ്ഞപ്പോൾ അവിടെ പിയൂസ് മാർപ്പാപ്പ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിയൂസ് ചക്രവർത്തി AD 161 മരിച്ച ശേഷമാണ് മാർക്കസ് ഒറീലിയസ് ഭരണത്തിൽ വരുന്നത്. എന്നാൽ പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പ AD 187 റോമൻ പട്ടാളം അറസ്റ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. ഇടയ്ക്ക് കുറച്ച് വർഷം 142 മുതൽ 157 വർഷം വരെയുള്ള 15 വർഷത്തിൽ ഒരു 2-3 കൊല്ലം സഭയ്ക്ക് വലിയ പീഡനമൊന്നുമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റി. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ആൽപൈൻ വാൾ എന്ന് പറയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ വാൾ ഫ്രൈത്ത് തൊട്ട് മറ്റേ കടൽ തീരം വരെ പണിയാൻ തുടങ്ങി. ഇത് പണിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി. ആ ഡൈവേർഷൻ കാരണം സഭയ്ക്ക് കുറച്ചു കാലം പീഡനമില്ലാതെ നിൽക്കാൻ പറ്റി. അതാണ് ഒരുപക്ഷെ ഇത്രയധികം നേട്ടങ്ങൾ ഈ 15 വർഷം കൊണ്ട് നേടാൻ മാർപ്പാപ്പയെ സഹായിച്ചത്. എന്നാൽ നോസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വലിയ ഒരു പുസ്തകം രചിക്കപ്പെട്ടത് സഭയുടെ വിശ്വാസ സംഹിതയെ വല്ലാതെ ബാധിച്ചു എന്നുള്ളതാണ്. അത് ടോളമി എഴുതിയ പ്രസിദ്ധമായ പുസ്തകമാണ്. ടോളമി എഴുതിയ പ്രസിദ്ധമായ പുസ്തകം അസ്ട്രോണമിയെ പറ്റിയായിരുന്നു, ആകാശഗോളങ്ങളെ പറ്റിയായിരുന്നു. ടോളമി അതിലെഴുതി ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, ഭൂമിക്ക് ചുറ്റും നക്ഷത്രം ആയ സൂര്യൻ കറങ്ങുന്നു, അതുപോലെ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ഭൂമിക്ക് ചുറ്റും ചുറ്റുകയാണ്. ടോളമി എഴുതിയുണ്ടാക്കിയ ഈ പ്രസിദ്ധമായ ആൻറ്റിലസ് എന്ന് പറയുന്ന പുസ്തകം അത് റോമാ സാമ്രാജ്യത്തെയും സഭയെയും സ്വാധീനിച്ചു. അത് ശരിയാണെന്ന് പറയാൻ വേണ്ടി സഭയിൽ കുറേ ആളുകളുണ്ടായി. അവർ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റങ്ങളോളം പോയി സുവിശേഷം ഘോഷിക്കാനായി കർത്താവ് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഭൂമിക്ക് ഒരു അറ്റം ഉണ്ടെങ്കിലല്ലേ അറ്റം വരെ പോയി സുവിശേഷം ഘോഷിക്കാൻ പറ്റൂ. ഭൂമി പരന്നല്ല ആയെങ്കിലല്ലേ ഇത് പറ്റുള്ളൂ. ഭൂമി എന്തായാലും ഉരുണ്ടതാവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുകയാണ്. അപ്പോൾ ഈ തിയറി, എർത്ത് സെൻട്രിക് തിയറി, ടോളമി പറഞ്ഞതിനെ സഭ അംഗീകരിച്ചു. ഇതൊരു 10,400 കൊല്ലം സഭയെ വഴിതെറ്റിച്ച ഒന്നാണ്. കോപ്പർനിക്കസ് വന്നിട്ട് കോപ്പർനിക്കസും അദ്ദേഹത്തോടൊപ്പം വളരെ ശ്രദ്ധേയമായി ശാസ്ത്രജ്ഞന്മാർ അതിനെ ഒന്നൊന്നായിട്ട് ഖണ്ഡിച്ച് ഭൂമി ഉരുണ്ടതാണെന്നും സൂര്യനാണ് കേന്ദ്രമെന്നും ഭൂമി സൂര്യനെ ചുറ്റു കാണുന്നും ഹീലിയോസെൻട്രിക് തിയറി വരുന്നത് വരെ 1400 വർഷത്തേക്ക് നമ്മളെ വഴിതെറ്റിച്ച ഒന്നായിരുന്നു ഈ ടോളമിയുടെ പുസ്തകവും അത് റോമാ സാമ്രാജ്യത്തിലും ക്രൈസ്തവ സഭയിലും വരുത്തിയ മാറ്റവും. ഇത് സാന്ദർഭികമായി സഭയെ സ്വാധീനിച്ച ഘടകങ്ങൾ ഒന്നായതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും 142 മുതൽ 157 വരെ 15 കൊല്ലം സഭയെ ഭരിച്ച് സഭയെ ഗ്രസിക്കുമായിരുന്ന വാലന്റീനിസത്തെയും നോസ്റ്റിസത്തെയും പരാജയപ്പെടുത്തി സഭാപിതാക്കന്മാരായ ഐറേനസിനും ഹിപ്പോളിറ്റസിനും വലിയ ആശയങ്ങൾ കൊടുത്ത് പാഷാണ്ഡതകളെ രണ്ടിനെയും അരിഞ്ഞു വീഴ്ത്താൻ പിയൂസ് മാർപ്പാപ്പയെ കഴിഞ്ഞു. ഈസ്റ്ററിനെ പറ്റിയുള്ള വലിയ തർക്കവിതർക്കങ്ങളിൽ നിന്ന് സഭയെ രക്ഷിക്കാനും വളരെ ബുദ്ധിപൂർവമായ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാനും പിയൂസ് ഒന്നാമന് കഴിഞ്ഞു. യഹൂദന്മാർ ക്രിസ്തുമതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന റെസ്ട്രിക്ഷൻസ് മാറ്റിയത് കാരണം കൂടുതൽ യഹൂദന്മാർ ക്രിസ്തുമതത്തിലേക്ക് വരുവാനുള്ള ഒരു കാരണം അദ്ദേഹം ആ മാർപ്പാപ്പ സൃഷ്ടിച്ചു. വളരെ ശ്രദ്ധാപൂർവം സഭയുടെ വിശ്വാസസത്യങ്ങളെ കാത്തുരക്ഷിക്കാനുള്ള ശ്രദ്ധേയമായ കാൽവെപ്പുകളെടുത്ത വിശുദ്ധനായ പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പയുടെ ഓർമ്മയ്ക്ക് മുമ്പാകെ തലകുനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.